ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറെ ആൾക്കാരായി ചോദിക്കുന്നു ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ആംപ്ലിഫയർ അത് എന്താണ്, നമ്മൾ അതിന്റെ ഉപയോഗം എത്രത്തോളം, ഉപയോഗം എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കലാണ് ഉപയോഗം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫയറിന്റെ അല്ല, പ്രത്യേകിച്ച് വേറെ ഉപയോഗങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് അതിന്റെ പവർ, എന്തോരം പവർ വേണം, നമ്മൾ ഉപയോഗിക്കുന്ന എത്ര ഇഞ്ച് സ്പീക്കർ, അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ എടുക്കുക. അപ്പൊ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു 2.1 അത്യാവശ്യം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ കമ്പോണൻസ് വേണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ അസംബ്ലിംഗ് വീഡിയോ അടുത്ത സെക്ഷനിൽ എന്തായാലും വരും. അപ്പോൾ നമ്മളത് പിന്നെ രണ്ടാമതും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ബോർഡ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലിപ്പോ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അതിനനുസരിച്ചിട്ടുള്ള ക്യാബിൻ നമ്മൾ എടുക്കുക. അത്യാവശ്യം നല്ല സ്ഥലമുള്ള ക്യാബ് എടുക്കുക, ഏറ്റവും ബെറ്റർ. പിന്നെ അതാവുമ്പോൾ നമുക്ക് വയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നല്ല സുഖമായിട്ട് വയർ ചെയ്യാം. അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വയർ ചെയ്യാൻ പറ്റും. നല്ല ഒരു വലിയ ക്യാബിനാണ് എടുക്കണേ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് നോക്കാം, നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം. ഞാനിവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മളൊരു നോർമലി എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഓരോ ചാനല് നമുക്കൊരു 100 വാട്ട്സും അതുപോലെ സബിന് ഒരു 300 വാട്ട്സിന്റെ അടുത്ത് ഔട്ട്പുട്ടും കിട്ടാവുന്ന രീതിയിലുള്ള നല്ലൊരു അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. നമ്മൾ അസംബിൾ ചെയ്യാനുള്ള പാർട്സുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ഫുൾ ആയിട്ട് നോക്കാം. അതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ അടിക്കുക. അതിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്യാബിനാണ് ഈ കാണുന്നത്. ക്യാബിന്റെ സൈസ് നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ക്യാബിന്റെ സൈസ് നമുക്ക് ആദ്യം നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ക്യാബിന്റെ നീളം എന്ന് പറയുന്നത് 17 ഇഞ്ചാണ് നീളം വരുന്നത്. ക്യാബിന്റെ ഫ്രണ്ട് നീളം, ഈ കാണുന്ന നീളം 17 ഇഞ്ച് നീളമുണ്ട്. പിന്നെ അതേപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് 4.5 ഇഞ്ചോളം ഹൈറ്റ് വരുന്നുണ്ട്. 4.5 ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത്. അതിൽ ബാക്കിലേക്കുള്ള ഡെപ്ത് വരുന്നത് നമ്മളെ ഒരടിയാണ് ബാക്കിലേക്കുള്ള നീളം വരുന്നത്. ഇത് കറക്റ്റ് കണ്ട, ഇതിൽ കൊളത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരടി 1.25 ഉണ്ട്. 1.25 ഇഞ്ചോളം നമുക്ക് ബാക്കിലേക്കുള്ള നീളം വരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ ആവശ്യമായിട്ടുള്ള ഡൈല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് അത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ ഡിസൈൻ അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള ഡൈല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതിൽ നമുക്കൊരു സബ് വോളിയം, പിന്നെ ഒരു പവർ സ്വിച്ച്, പിന്നെ അതുപോലെ ബാസ്, ട്രബിള്, മിഡിന്റെ ആവശ്യമില്ല നമുക്ക്. എന്നാലും പിന്നെ 2 മൈക്കട, പിന്നെ 2 മൈക്കുള്ള കണക്ഷൻ, മാസ്റ്റർ വോളിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണക്ഷനാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ചാനലിന്റെ പേരിൽ തന്നെ അടിച്ചിട്ടുള്ള ഡൈലാണ്. ഡൈലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഈ ക്യാബിന്റെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് ഓരോന്നായിട്ട് വെക്കാം, എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കി നോക്കാം. അപ്പൊ ഈ ക്യാബിന്റെ ബാക്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കണക്ഷനുകളും നമുക്ക് ഉണ്ട്. ഈ കാണാണ് നമ്മളെ AC കോഡ് കൊടുക്കാനുള്ളത്, ഫ്യൂസ്, അതേപോലെ ഇത് മറ്റേ 5.1 ക്യാബിനാണ്, 2.1 ക്യാബിനല്ല. നമ്മൾ ഹെവി ആയിട്ട് ചെയ്യുന്ന കാരണമാണ് ഈ ക്യാബ് എടുത്തിട്ടുള്ളത്. അതിൽ 3 സ്പീക്കർ സോക്കറ്റ് വന്നിട്ടുണ്ട്, ഫാന്, അതുപോലെ നമുക്ക് HDMIയുടെ സാധനങ്ങൾ കൊടുക്കാനുള്ള ഫുൾ സെറ്റപ്പ്, കണക്ഷനുകൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. പക്ഷെ കോയാക്സിൽ ഓപ്റ്റിക്കലൊക്കെ ഉള്ള നമ്മൾ HDMIയുടെ പിന്നിലുള്ള ഹോൾ ഇതിൽ അടിച്ചിട്ടില്ല. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ ക്യാബിൻ നമുക്ക് ഇത് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ക്യാബിനാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ മറ്റേ പീസ് വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ക്യാബിനാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത്, മെയിൻ ആയിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു സാധനം ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ ട്രാൻസ്ഫോമർ. അപ്പോൾ അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പൊ അതിന്റെ കമ്പിയുടെ കേജൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. അപ്പൊ അതിൽ ടാപ്പിംഗ് വന്നിട്ടുള്ളത് നമുക്ക് 40-0-40, അതേപോലെ 27-0-27, 8 ആംപിയർ ടു 8 ആംപിയർ ആണ് 2 ലൈനിലും കൂടി വന്നിട്ടുള്ളത്. പിന്നെ ഒരു 12 വോൾട്ട് സിംഗിൾ സപ്ലൈ ഇതിൽ വന്നിട്ടുണ്ട്. അത്രയാണ് ഈ ട്രാൻസ്ഫോമറിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ട്രാൻസ്ഫോമറിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3000 രൂപയുടെ അടുത്ത് ട്രാൻസ്ഫോമറിന്റെ വില വരുന്നുണ്ട്. 3000 രൂപ, ചിലപ്പോൾ 3200 വരും. അപ്പൊ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ കോറും കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുന്നതിനനുസരിച്ച് വില വ്യത്യാസങ്ങൾ വരും. കമ്പിയുടെ വില വ്യത്യാസത്തിനനുസരിച്ചും വില വ്യത്യാസം വരും. അപ്പൊ അങ്ങനെയാണ് കാര്യം. പിന്നെ ഈ ക്യാബിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 550-600 ആ റേഞ്ച് വരുന്നുണ്ട് ക്യാബിന്. അപ്പൊ ഡൈല് നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് ഒറ്റയ്ക്ക് ഒരു പീസ് ഡൈൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോലും 750 രൂപ ഈ വലിയ ഡൈലിന് വില വരുന്നുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അപ്പൊ സിംഗിൾ പീസ് ആയിട്ട് ഉണ്ടാക്കും, 10 പീസ് 15 പീസൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കിക്കുമ്പോൾ നമുക്ക് അത്രയും റേറ്റ് വരുന്നില്ല. അപ്പൊ ഇതില് സ്റ്റീരിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ബോർഡ്, ഈ ബോർഡാണ് സ്റ്റീരിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ബോർഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ബോർഡ്.
അപ്പൊ ഈ ബോർഡിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 രൂപയുടെ അടുത്ത് ഈ ബോർഡിന്റെ വില വരുന്നുണ്ട്. ഇത് 2 ചാനലിനുള്ള ബോർഡാണ്. അത്യാവശ്യം നല്ല പവറുള്ള ബോർഡ്, 100 വാട്ട്സ് മാക്സിമം കിട്ടാവുന്ന ഒരു ബോർഡാണ്. 200 വാട്ട്സ് ആണ് ഇതിന് മീതെ എഴുതിയിട്ടുള്ളത്. എന്നാലും ഒരു 80 വാട്ട്സ്, 80+80 ഒരു ചാനൽ കറക്റ്റ് RMS കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ബോർഡാണ്. അത്യാവശ്യം കമ്പോണൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളും ഇതിനുണ്ടാവും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സാധനം, ബോർഡ്. ഇനി നമുക്ക് വേണ്ടത് അടുത്തത് സബിനുള്ള ബോർഡാണ്. സബിനുള്ള ബോർഡ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ 6 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള തോഷിബ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ബോർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ബോർഡിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 950 രൂപയോളം വില വരുന്നുണ്ട് വിത്തൗട്ട് ഹീറ്റ് സിങ് ഉണ്ടാവില്ല. ഹീറ്റ് സിങ് ഇല്ലാണ്ടുള്ള വിലയാണ് നമ്മൾ പറഞ്ഞത് ഇതിന്. അപ്പൊ ഹീറ്റ് സിങ് നമ്മൾ വേറെ മേടിക്കണം. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അത് കാരണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇതാണ് ബോർഡ്. ഇതൊരു വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വോൾട്ടേജ് നമ്മൾ 36 വോൾട്ട് വരെ സപ്ലൈ കൊടുക്കാം. 35 ആണ് നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് വരുമ്പോൾ ട്രാൻസ്ഫോമറിന് 27 ബ്രിഡ്ജ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പൊ ഇതിനെ നമുക്ക് 40 അടുത്താണ് ട്രാൻസ്ഫോമർ വൈൻഡിങ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനൊരു 55 വോൾട്ട് തൊട്ടിട്ട് 60 വോൾട്ട് വരെ നമുക്ക് സപ്ലൈ കൊടുക്കാവുന്ന ഒരു ബോർഡാണ് ഈ കാണുന്ന ബോർഡ്. അപ്പൊ അതിന് ഏകദേശം നമുക്ക് അത്രത്തോളം വോൾട്ടേജും കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു 8 ആംപിയർ ടു 10-15 ആംപിയർ വരെ കൊടുക്കാം. നമുക്ക് ഒറ്റ സിംഗിൾ സബ് ആയ കാരണം നമ്മൾ 8 ആംപിയർ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഹീറ്റ് സിങ് ഈ കാണാനാണ് നമ്മളെ ഈ സബിന് വേണ്ടിയിട്ടുള്ള ഹീറ്റ് സിങ്. അപ്പൊ അത് ഇതിലേക്ക് നമ്മൾ ഇതിന്റെ ഷീൽഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിന്റെ ആ പേപ്പർ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മളിത് സാധനം ടൈറ്റ് ചെയ്യുക. അപ്പൊ അസംബ്ലി ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കാണിക്കും എങ്ങനെയാണ് സെറ്റ് ചെയ്യണത് എന്നുള്ളത്. അപ്പോൾ ഈ ഹീറ്റ് സിങ്ങിന്റെ വില 150 രൂപയോളം ഈ ഹീറ്റ് സിങ്ങിന് വില വരുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. ഇപ്പൊ 2 ബോർഡ്, നമ്മളെ മെയിൻ ആയിട്ടുള്ള 2 ബോർഡ് ആയി നമുക്ക്. അപ്പൊ അത് വെക്കുമ്പോൾ നമ്മൾ ഏത് സ്ഥാനത്താണ് നമ്മൾ വെക്കേണ്ടത് വെച്ചാൽ അതിൻ്റെതായ രീതിയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വെക്കാം. പിന്നെ ഇതേപോലെ ഒരു 3 കോർ 3 എണ്ണമായിട്ടുള്ള ഒരു 3 പിന്നായിട്ടുള്ള ഒരു AC കോഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ AC കോഡ് നമ്മൾ ഇത് പുറത്തേക്ക് വെച്ചു. അപ്പൊ ഇതിനൊരു 180-200 രൂപയുടെ അടുത്ത് നല്ല വയറിന് വില വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കമ്പിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കനമുള്ള വയറാണ്. അപ്പൊ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വയർ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു G-സ്റ്റാറിന്റെ USB ബോർഡ് ഈ കാണാനാണ് G-സ്റ്റാറിന്റെ USB ബോർഡ്. ഇതിന് 200 രൂപയുടെ അടുത്ത് ഈ ബോർഡിന് വില വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കണക്ക് കൂട്ടിയാൽ മനസ്സിലാവും കറക്റ്റ് വിലകളാണ് നമ്മൾ പറയണത്. ചില സ്ഥലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന വിലയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് പവർ സപ്ലൈ സെക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതേപോലത്തെ 2 PCB ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിനൊരു 80 രൂപയുടെ അടുത്ത് ഒരു PCBക്ക് വില വരുന്നുണ്ട്. അപ്പോൾ 2 PCB നമ്മൾ എടുത്തിട്ടുണ്ട് അതേപോലത്തെ. അപ്പൊ ഇതിൽ നമുക്ക് 2 സപ്ലൈ എടുക്കാനുള്ള സെക്ഷൻ ഉണ്ട്. നമുക്ക് 2 സെക്ഷനായിട്ട് ഉപയോഗിക്കുന്ന കാരണമാണ് നമ്മൾ 2 ബോർഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ 12 വോൾട്ട് വേണമെങ്കിൽ 12 വോൾട്ട് എടുക്കാം, 18 വോൾട്ട് വേണമെങ്കിൽ 18 വോൾട്ട്. ഇതേപോലെ റൗണ്ട് ടൈപ്പ് ഡയോഡ് വെച്ചിട്ട് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. സെപ്പറേറ്റ് 2 കപ്പാസിറ്റർ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമ്മളൊരു ബ്രിഡ്ജബിൾ ഡയോഡ് വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അതേപോലെ 4 കപ്പാസിറ്റർ, ഹെവി ആയിട്ടുള്ള കപ്പാസിറ്റർ വെക്കാനുള്ള സ്ഥലം ഇതിനുണ്ട്. അപ്പൊ അതിന്റെ റേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. പിന്നെ ഇത് വയർ ചെയ്യാനുള്ള വയർ, ഈ വയറിന്റെ കനം നോക്കണ്ട. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇത് വണ്ടികളിൽ ഉപയോഗിക്കുന്ന വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറാണ്. അപ്പോൾ നമുക്ക് കണ്ട അതിന്റെ കമ്പി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള കമ്പിയാണ് ഈ സാധനത്തിന് വരുന്നത്. നല്ല കേജുള്ള കമ്പിയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന് ട്രാൻസ്ഫോമറിന് ഈ ബോർഡുകളിലേക്കുള്ള വയറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ വയർ. ഇതിന് 30 രൂപ അങ്ങോട്ട് വരുന്നുണ്ട് തോന്നുന്നു മീറ്ററിന്. 30-25 അങ്ങോട്ട് വരുന്നുണ്ട് ഈ സാധനത്തിന് വയറിന് മീറ്ററിന്. അപ്പോൾ വയർ. പിന്നെ അതേപോലെ BT ബോർഡാണ് നമുക്ക് വേണ്ടത്. BT ബോർഡ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഡുവൽ സപ്ലൈ BT ആണ് ഉപയോഗിക്കുന്നത്. അത് നമ്മളെ ശക്തിയുടെ BT. ഈ കാണുന്ന BT ബോർഡാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല ബാസും നല്ല ക്വാളിറ്റിയുള്ള ട്രബിളും കിട്ടാവുന്ന ഒരു ബോർഡാണ് ഇത്. അപ്പൊ അത്യാവശ്യം നമ്മളെ ബഡ്ജറ്റിന് കിട്ടാവുന്ന ഒരു ബാസ്റ്റബിൾ ബോർഡ് എന്ന് തന്നെ പറയാം. അപ്പൊ അതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150 രൂപയുടെ അടുത്താണ് ഇതിന് വില വരുന്നത്. പല സ്ഥലങ്ങളിലും പല വ്യത്യാസങ്ങളുണ്ടാവും. ഞാനതാണ് കറക്റ്റ് വിലയായിട്ട് പറയാത്തത്. ഒരു 150 രൂപ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 160 രൂപയ്ക്കൊക്കെ ചില സ്ഥലത്ത് കിട്ടും. നമ്മൾ ഏകദേശം പറയാൻ കാരണം അതാണ് കാര്യം. അപ്പോൾ ആ ബോർഡ്. പിന്നെ നമുക്ക് വേണ്ടത് ഗെയിനർ ബോർഡാണ്. ബാസ്റ്റബിൾ ബോർഡ് വേറെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മളെ G-സ്റ്റാറിന്റെ തന്നെ ബോർഡാണ് ഈ കാണുന്നത്. ഇതിനൊരു 300 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട്. പക്ഷെ ഇതിന് ഞാൻ വിചാരിച്ച അത്ര വർക്കിംഗ് ക്വാളിറ്റി ആ ശക്തിയുടെ ബോർഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ വർക്കിംഗ് നമുക്ക് ഇതിന് കിട്ടാത്ത കാരണം നമ്മളിത് ഒഴിവാക്കി വെച്ചാണ്. വെറുതെ മേടിച്ച് വെച്ചു എന്ന് മാത്രം, അത്ര അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിന് കുറ്റമായിട്ട് പറയല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കിംഗ് എന്ന് പറയാം. എന്നാലും നമുക്ക് ആ ബോർഡിന്റെ വർക്കിംഗ്, ശക്തിയുടെ ബോർഡിന്റെ വർക്കിംഗ് ഇതിനില്ല. പിന്നെ നമുക്ക് വേണ്ടത് 2 ഗെയിനർ ബോർഡാണ്. ഗെയിനർ ബോർഡ് എന്ന് പറയുന്നത് 2 ഗെയിനർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വെച്ചാലും മതി. നമുക്ക് USB എന്ന് പറഞ്ഞ ഔട്ട്പുട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു SMD കമ്പോണൻസ് വെച്ചിട്ടുള്ള
ഒരു ബോർഡാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് വേണമെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം, വേറെ ഏതെങ്കിലും വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഇതേപോലത്തെ ഒരു ഗെയിനർ ബോർഡ്, പിന്നെ വേറെ ഗെയിനർ ബോർഡ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇതാണ് വേറെ ടൈപ്പ് ഗെയിനർ ബോർഡ്. അപ്പൊ അത് 2 ചാനല്, ഇതും അതേപോലെ 2 ചാനല്. ഇതിനൊരു 180-200 രൂപയുടെ അടുത്ത് ഈ SMD കമ്പോണൻസ് വെച്ചിട്ടുള്ളതിനെ വില വരുന്നുണ്ട്. ഇതിനൊരു 120 രൂപ 130 രൂപയ്ക്കാണ് ഇതിനെ വില വരുന്നത്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സബിന് ഗെയിം പോരാച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ബോർഡ് വരുന്നുണ്ട്. അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു JBL കോപ്പി എന്നുള്ള രീതിയിൽ വരുന്ന ഒരു സബ് ഫിൽറ്റർ ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഒരു അത്യാവശ്യം നല്ല വോൾട്ടേജ് കൊടുത്താലും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. റെഗുലേറ്റർ സെക്ഷൻ ഉണ്ട് ഇതിൽ, ഒരു BD 139 140 വെച്ചിട്ടുള്ള ഒരു റെഗുലേറ്റർ സെക്ഷൻ ഉണ്ട്. ഇതിന് 300 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട്. ഇതിലും കുറഞ്ഞത് 140 രൂപ 150 രൂപയ്ക്കൊക്കെ ബോർഡുകൾ കിട്ടാനുണ്ട്. പക്ഷെ ഇതിന്റെ വർക്കിംഗ് അതിനുണ്ടായിക്കൊള്ളണമെന്നില്ല, അത് കാരണമാണ് അത് പറയാൻ കാരണം. അപ്പോൾ ഈ സാധനം, ഈ സബ് ഫിൽറ്റർ ബോർഡ്, അപ്പോൾ ഇതിലേക്കുള്ള ഒരുവിധം ഗെയിനർ ഇൻപുട്ട് സെക്ഷനിലേക്കും ഔട്ട്പുട്ട് സെക്ഷനിലേക്കുള്ള സാധനങ്ങളായി. പിന്നെ നമുക്ക് കപ്പാസിറ്ററുകളാണ് വേണ്ടത്. അപ്പൊ കപ്പാസിറ്ററുകൾ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള കപ്പാസിറ്ററുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതേപോലത്തെ കപ്പാസിറ്റർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ 4 കപ്പാസിറ്റർ നമ്മൾ സബിന് മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ 4 കപ്പാസിറ്റർ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു 80 വോൾട്ട് 10,000 MFD 4 കപ്പാസിറ്റർ നമ്മൾ സബിന് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് സപ്ലൈ കൊടുത്ത ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് തല മുട്ടിച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ഡ്രൈവറിന്റെ തല മൊത്തം കത്തിപ്പോവും. അത്രയ്ക്ക് നല്ലൊരു പവറാണ് അതിന് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക, കറണ്ടിന്റെ ഔട്ട്പുട്ട്. ആ കൊടുക്കണ ഔട്ട്പുട്ടിനനുസരിച്ചിട്ടാണ് നമുക്ക് സബിലേക്കുള്ള, നമ്മൾ എത്രത്തോളം കറണ്ട് കറക്റ്റ് പവർ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഓവറായിട്ട് കൊടുക്കല്ല പറഞ്ഞത്, ആ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് സ്പീക്കറിൽ അതിനുള്ള കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. എന്ന കാരണം അതിനുള്ള ഇത് കിട്ടും. നമ്മൾ ചെറിയൊരു ട്രാൻസ്ഫോമർ വെച്ച് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ബോർഡ് വർക്ക് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ അതിൻ്റെതായ വർക്കിംഗ് കാര്യങ്ങളും കിട്ടില്ല. ഇത് നമ്മളെ 2 ചാനലിനുള്ള കപ്പാസിറ്റർ ആണ് ഈ കാണുന്നത്. അത് ഇതേപോലെ നമ്മൾ 63 വോൾട്ട് 10,000 MFD 4 കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ഡയോഡ് നമുക്ക് പിന്നെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലത്തെ മെറ്റൽ ഡയോഡ് ഉപയോഗിക്കാം, ബ്രിഡ്ജ് ഡയോഡ്. അപ്പൊ അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതാണ്, ഈ കാണുന്നതാണ് ഇതിന്റെ നമ്പർ ഇതിന് മീത് എഴുതിയിട്ടുള്ളത്. അതല്ലാന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്നത്, ഇതും അത്യാവശ്യം നല്ല ആംബിയർ എടുക്കുന്ന ഒരു ഡയോഡാണ്. നമ്മളെ എന്താ പറയുക, ഇൻഡക്ഷൻ കുക്കറിലൊക്കെ ഉപയോഗിക്കുന്ന ഡയോഡ് പോലത്തെ ഡയോഡാണ് ഈ കാണുന്നത്. കമ്പനി ആംപ്ലിഫയറിലൊക്കെ ഇതേപോലത്തെ ഡയോഡുകളാവും വരുന്നുണ്ടാവുക. പിന്നെ നമുക്ക് ബാക്കിൽ പിടിപ്പിക്കാനുള്ള ഇൻപുട്ട് സെക്ഷനുള്ള RCA സോക്കറ്റ്, ഇതേപോലത്തെ RCA സോക്കറ്റ് ആണ് വരുന്നത്. ഇതേപോലത്തെ RCA സോക്കറ്റ്. പിന്നെ അതേപോലെ നമുക്ക് ഇതേപോലത്തെ റിബൺ വയർ, കൺട്രോളും കാര്യങ്ങളൊക്കെ വയർ ചെയ്യാൻ വേണ്ടിയിട്ട് റിബൺ വയർ. പിന്നെ നമുക്ക് വേണമെന്നുണ്ട് വെച്ചാൽ കൺട്രോളിക്ക് ഷീൽഡ് വയർ ഉപയോഗിക്കാം. അത് ഇതേപോലത്തെ ഷീൽഡ് വയർ നമുക്ക് ഉപയോഗിക്കാം. ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ട് വെച്ചാൽ ഇതേപോലത്തെ വയർ ഉപയോഗിക്കുക ഏറ്റവും ബെറ്റർ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അതേപോലെ ഫ്യൂസ് ഹോൾഡർ, ഇതൊക്കെ ചെറുവക വിലകൾ വരുന്ന സാധനങ്ങളാണ്, അതാണ് ഇതിന്റെ വിലകളൊന്നും പറയാത്തത്. ഫ്യൂസ് ഹോൾഡർ, പിന്നെ ഒരു 7805 റെഗുലേറ്റർ IC നമ്മളെ USB-ക്കുള്ള വോൾട്ടേജിനുള്ളത്. പിന്നെ നമുക്ക് ബുഷ് കിറ്റ് ആണ് വരിക. ബുഷ് കിറ്റ് നമുക്ക് പാക്കറ്റിൽ വരും. അപ്പൊ ഇതേപോലെ ബുഷും കംപ്ലീറ്റ് അടിയിൽ പിടിപ്പിക്കാനുള്ള ബുഷ്, അതിപ്പോ ഏത് കളർ വേണമെങ്കിലും കിട്ടാണ്ട്, നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും കിട്ടാണ്ട്. അപ്പൊ 8 വോൾട്ട് ബുഷ് കിറ്റ് ഒക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുള്ള കാരണം നമ്മൾ കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് സ്പീക്കർ സോക്കറ്റ് നമ്മളെ ആവശ്യത്തിനുള്ളത്, അതിപ്പോ എത്ര ഇതിൽ 3 ഉണ്ട്. അപ്പൊ അതേപോലത്തെ 3 ഇതിന് 10 രൂപ 15 രൂപ പല റേഞ്ചിലും വരുന്നുണ്ട്. നമുക്ക് ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് വില വ്യത്യാസം വരും, ഈ കമ്പിയുടെ കനത്തിനനുസരിച്ചിട്ട്. ഇത് ഒറിജിനലി മറ്റേ പിച്ചള പോലത്തെ സാധനമാണ് വരുന്നത്, മറ്റേ ഇരുമ്പിന്റെ അല്ല. അപ്പൊ അത് കാരണം അതിൻ്റെതായ വില വ്യത്യാസങ്ങൾ ഈ സാധനത്തിന് ഉണ്ടാവും. അപ്പോൾ അത്രയും സാധനങ്ങൾ. പിന്നെ നമുക്ക് ആവശ്യമുള്ള നോബ്, ഇതേപോലത്തെ നോബുകൾ നമുക്ക് അത് ഏത് മോഡൽ വേണമെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ബ്രാൻഡ് മോഡൽ വേണമെങ്കിൽ ബ്രാൻഡ് മോഡൽ ഉപയോഗിക്കാം, അതല്ല ലോക്കൽ വേണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ഉപയോഗിക്കാം. ഇതേപോലത്തെ നോബുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നോബുകൾ നല്ല ടൈപ്പ്, ഇതിന്റെ വലുതും ചെറുതൊക്കെ വരുന്നുണ്ട്. അതല്ല ഇത് കുറഞ്ഞ ടൈപ്പ് 2 റുപ്യ 4 റുപ്യൊക്കെ വില വരുന്ന സാധനമാണ് ഇത്. ഇതിനൊരു 55 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട്. ഇതേപോലത്തെ നല്ല കനുള്ള ടൈപ്പ് ഇതേപോലത്തെ നോബിന് വില വരുന്നുണ്ട്. ഇതിന്റെ തന്നെ ചെറുതും വരുന്നുണ്ട്. അപ്പോൾ അതിലേത് വേണമെങ്കിൽ നമുക്ക് നമ്മളെ ഭംഗിക്ക് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫാന്. ഒരെണ്ണോ 2 നമുക്ക് വെക്കാം. 2 ബോർഡിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. ഒരെണ്ണം പുറത്ത് വേണമെങ്കിൽ പുറത്ത് വെക്കാം. അപ്പൊ ഇതാണ് ഫാന് നമ്മളെ കാണുന്നത്, ഫാനിന്റെ ബോക്സ്. അപ്പൊ അതില് ഇതേപോലെയാണ് ഫാൻ വരുന്നത്. അപ്പൊ അത് 3 ഇഞ്ച് ഫാനാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ബാക്കിൽ ഒരെണ്ണം വെക്കാം, ഉള്ളിൽ നമുക്ക് അതിനനുസരിച്ച് ബാക്കിൽ വെക്കണം നമ്മൾ ഔട്ടായിട്ടും, പുറത്തേക്ക് ഇതിന്റെ ഉള്ളിലത്തെ ചൂട് പുറത്തേക്ക് പോകാനും
ഒരെണ്ണം നമ്മൾ ബോർഡിന്റെ മേക്ക് ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ബോർഡ് നല്ല രീതിയിൽ വേറെ കംപ്ലൈന്റുകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യിക്കാനുള്ള സെറ്റപ്പ് നമുക്ക് കിട്ടും. പിന്നെ കുറഞ്ഞ ടൈപ്പ് ബീറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. നമുക്കത് എങ്ങനത്തെ വേണമെന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മളെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് കൺട്രോളിന്റെ സൈഡിലേക്ക് വെക്കാനുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളർ നോക്കിയിട്ട് വെക്കാം. പിന്നെ ഇതാണ് നമ്മളെ ഫാനിന്റെ ബോർഡ്. ഇതിന് 80 രൂപയൊക്കെ വരുന്നുള്ളൂ ഈ ഫാനിന്റെ ബോർഡിന്. അപ്പൊ ഇത് 2-3 ടൈപ്പ് വരുന്നുണ്ട്. ഒരു ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള വരുന്നുണ്ട്, ഇത് IC വെച്ചിട്ടുള്ളതാണ്. ഇതിലിപ്പോ 2 ഫാൻ കൊടുത്താലും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോർഡ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരുവിധം സാധനങ്ങൾ ഈ ആംപ്ലിഫയറിനുള്ള സാധനങ്ങളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിന്റെ വയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായി. ട്രാൻസ്ഫോമർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോമർ ആണ്. പിന്നെ ഒരുവിധം സാധനങ്ങളിലൊക്കെ വില നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ നമ്പർ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മറുപടികളും കാര്യങ്ങളും തരുന്നതായിരിക്കും. ട്രാൻസ്ഫോമർ നമ്മളിവിടെ വൈൻഡ് ചെയ്യിക്കുന്നത് തന്നെയാണ്, അതുപോലെ ഡയലും നമ്മൾ ഉണ്ടാക്കിക്കുന്നതാണ്. അപ്പൊ അത് രണ്ട് നമുക്ക് വേറെ ഓൺലൈൻ വഴി വരുന്ന സാധനങ്ങളൊന്നുമല്ല. നമ്മളിവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിക്കുന്ന ഡയലുകളും കാര്യങ്ങളൊക്കെ. ബോർഡ് ഇത് യൂണിവേഴ്സലിന്റെ ബോർഡാണ്, ഇത് മിഡ് ലൈനിന്റെ ബോർഡാണ്, ഈ സബിന്റെ ബോർഡ്. അപ്പോൾ ഇതിനെക്കാട്ടിയും ലേശം കൂടിയ ടൈപ്പ് ബോർഡുകൾ വരുന്നുണ്ട്. നമുക്ക് ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹെവി വാട്ട്സ് ഉള്ള സാധനം തന്നെയാണ്. ഇതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ നമ്മൾ ബോർഡ് ഉപയോഗിക്കുന്നതിലല്ല കാര്യം, ഇതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട്. എത്ര വലിയ പവർഫുൾ ആംപ്ലിഫയർ പണിതിട്ട് നമ്മൾ കാര്യമില്ല, ഇതിലേക്ക് പോണോ ഇൻപുട്ട് അതേപോലെ സപ്ലൈയും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫുൾ വോളിയത്തിൽ വെച്ചാലും ചെറിയൊരു സൗണ്ടാണ് ഇതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ബോർഡുകളാണ് നമ്മളിപ്പോൾ ഇതിൽ ഒരുവിധം കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ആംപ്ലിഫയറിന്റെ അസംബ്ലി വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക, അതുപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരണ്ടേ. ഓക്കെ, താങ്ക് യു.